ഗൈസ്, ഗുഡ് മോർണിംഗ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ബാംഗ്ലൂരിന്റെ കാറ്റ് കൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോക്ക് പോവാനായിട്ടോ. നാളെ രാവിലെ നമ്മള് ഇവിടുന്ന് തിരിക്കുകയായി. വന്നപ്പോ നമ്മൾ വിചാരിച്ചു ഒരുപാട് സമയമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ വരവും പോക്കും വരികയാണെങ്കിലും ഒരാഴ്ചത്തേക്ക് ഞാൻ 2 ആഴ്ചക്ക് വന്ന് നിൽക്കുന്നു പറഞ്ഞാളെ. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴേ ഞാൻ പറയും നീ വന്നാ പറയാ വന്നൂന്ന്. അല്ല, ഇത്തവണ നമ്മൾ ഈ ഒരു വയറിളക്കം ബുദ്ധിമുട്ട് സീനുകളുടെ ഇടയിൽ നിന്ന് ഒരു ക്യൂക്ക് വിസിറ്റ് നടത്തിയതായിരുന്നു അൽക്കാൻ മാമിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത്തവണ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഡേയ്സ് കുറഞ്ഞു പോയത് അതുകൊണ്ടാണ്. പക്ഷെ ഇനി ഞാൻ വരുന്നതാണ്. കാരണം ഞാൻ എന്തായാലും ഇനിയിപ്പോ ഒരു 1-2 മാസം കൂടെ നാട്ടിൽ തന്നെ ഉണ്ട്. അതിനിടയിൽ അൽക്ക വരുന്നുണ്ട് അങ്ങോട്ട് യുവിയുടെ ബർത്ത്ഡേക്കൊക്കെ. അപ്പോ ഇന്നലെ ഒരു ദിവസം വെറുതെ ഇരുന്ന് കളഞ്ഞു കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന്റെ മുന്നേ ആ കഫേ പോവും, ഈ കഫേ പോവും, ഇത് ചെയ്യും, അത് ചെയ്യും, അവിടെ പോവും, ഇത് പോവും, ഗേൾസ് ഡേറ്റിന് പോവും, ബൈജൂസിലെ മെമ്മറീസ് മറക്കാൻ വേണ്ടി ആ ഏരിയയിൽ കൂടെ പോയി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകുന്നൊക്കെ ഒരു കോപ്പുണ്ടായില്ല. നമ്മള് സുഖമായിട്ട് അവിടെ ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല. അവിടെ ഭയങ്കര ഒരു മടി വൈബ്. ഇന്നലെ ആരും അനങ്ങാതെ മലന്നും ചെരിഞ്ഞും മാത്രം കിടന്നു. ബോയ്സ് പുറത്തു പോയി, അവര് പോയത് എന്തിനായിരുന്നു? എന്നാലും അവർക്കൊരു കുറച്ചൊരു ആക്ടിവിറ്റി കിട്ടി. വിഷ്ണുവിന് ഒരു പല്ലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇത് ആർക്കെങ്കിലും ഒരു ഉപകാരമായാലോ എന്ന് പറ്റുന്നൊരു കാര്യം കേട്ടോ. കാരണം നമ്മൾ പല്ലിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേദന ട്രിഗർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എപ്പോഴും പല്ലിന്റെ പണികളൊക്കെ തീർത്ത് ഏകദേശം 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ പേരൻസ് അവിടെ വന്നപ്പോഴും സിമിലർ സിനാരിയോ പറഞ്ഞു കേട്ടു. എനിക്കും അറിയില്ലായിരുന്നു. അപ്പൊ പ്രഷർ ഡിഫറൻസ് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ വിഷ്ണുവിന് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ജോ ഒക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ അവര് പല ഡെന്റിസ്റ്റുകളെ വിസിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാനും അൽക്കിയും യുവിയും മലന്ന് കിടക്കുകയായിരുന്നു. അവൻ അവന്റെ ഫണ്ടുണ്ടായിരുന്നു. അവൻ അവർ പുറത്തു പോയി എല്ലാരെയും കൈ കാണിച്ച് അവൻ മയക്കായിരുന്നു. എനിക്കിങ്ങനെ വൈകുന്നേരമായപ്പോ ഉഴപ്പെടുക്കുക വെറുതെ കടന്നു. അപ്പൊ നമ്മള് മെക്കിട്ടെടുത്തു. ആരുടെ വിഷ്ണു പൈസ തിരിച്ചു തന്നത്തേക്ക് ഞങ്ങൾ അവരുടെ മെക്കിട്ട്. അവർ വിചാരിക്കണം എന്താ പറ്റിയത്. അതെ, ഞാൻ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് രാത്രി കിച്ചണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുകയൊക്കെ ചെയ്തു. എനിക്കൊരു സമാധാനത്തിന്, അതായത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട്. അവിടെ ഇപ്പൊ എന്റെ കിച്ചണിൽ എന്താണുള്ളതെന്ന് അറിയാൻ എനിക്ക് മൂഡ്സ് എവിടെയെന്നൊക്കെ. അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷം. ഇന്ന് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി രാവിലെ തന്നെ എണീറ്റ് റെഡിയായി. ഞാൻ ഇവരുടെ ഈ ഒരു പ്രസ്റ്റീജിന്റെ ഒരു പ്രോപ്പർട്ടിയുടെ അകത്തൊന്ന് നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഓൾറെഡി ഞാൻ നടന്നായിരുന്നു അന്നൊരു ദിവസം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഒരു വൈബ്. നമുക്ക് കുട്ടികളൊക്കെ തന്നെ ഉണ്ടെങ്കിലേ ഇതിന്റെ ഇടയിൽ കളിക്കാൻ വിടാനൊക്കെ ഭയങ്കര സുഖമായിരിക്കില്ലേ. പിന്നെ ഇവിടെ നല്ല മറ്റേ സേഫ് അല്ലേ. നമ്മുടെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാര് പേരൻസ് ഒക്കെ കുട്ടികളെ പറ്റൂലേ മരിക്കുന്നുണ്ട്. ഇവിടെ പേരൻസ് ഒക്കെ എന്താ ചെയ്യാ ഞാൻ കണ്ടിട്ടില്ല വെച്ചാല് പിള്ളേരെ ടോട്ട്ലർ സ്റ്റേജിലും കണ്ടിട്ടില്ല വെച്ചാല് കുട്ടികളെ അങ്ങോട്ട് അഴിച്ചങ്ങോട്ട് വിടും. എന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, എടാ ആമീനെ കണ്ടോ അല്ലെങ്കിൽ അച്ഛനെ കണ്ടോ എന്നൊക്കെ നോക്കി വാച്ച് ഉണ്ട്. അവർക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ട്രാക്കർ ഉണ്ട് പേരൻസിന്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്തിന് എവിടെയും പോവില്ല. ഇവിടെ തന്നെ ഇതൊരു 32 ഏക്കറാണ്. അപ്പൊ ഇവിടെ തന്നെ എവിടെ കറങ്ങി നടന്നാലും അവര് ഉണ്ടാവും ഇവിടെ തന്നെ. പക്ഷെ ഭയങ്കര രസമല്ലേ പിള്ളേര് കമ്പനി അടിച്ച് ഇങ്ങനെ നടക്കും. നല്ല പ്രോപ്പർട്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവര്. പിന്നെ ജിമ്മ്, പൂള്, ബാഡ്മിന്റൺ, ക്യാരംസ് എല്ലാത്തിനും എല്ലാ ആക്ടിവിറ്റിക്കും ഒരു പാർലർ ഉണ്ട്, ലുലു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെയുള്ള നല്ല അടിപൊളി സെക്യൂരിറ്റി ഉണ്ട്. മുട്ടിന് എല്ലായിടത്തും എല്ലാ ടവേഴ്സിലും സെക്യൂരിറ്റി ഉണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പോ എല്ലാം കണ്ണുപെടും. ഇറ്റ്സ് ആൻ ഓപ്പൺ സ്പേസ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് കുട്ടികളെയൊക്കെ വളർത്താൻ നല്ലതാണ്. നമുക്ക് വെക്കാനും നല്ലതാട്ടോ. സീനിയർ സിറ്റിസൺസിന് നല്ലതാണ്. പേരൻസിനൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വന്ന് റിലാക്സ് ചെയ്യാനും ഇവിടെ സീനിയർ സിറ്റിസൺസിന് ഗ്രൂപ്പ് ഉണ്ട്. എന്തായാലും നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ സമയം കളയണ്ട. വെൽക്കം ടു എപ്പിസോഡ് ഓഫ് മലയാളീസ് പ്രസനം. സ്റ്റേജിന്റെ ഈ ഒരു മനോഹര പ്രോപ്പർട്ടി കൂടെ നമ്മളിങ്ങനെ ഉലാത്തുമ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട് കേട്ടോ. ബാംഗ്ലൂർ ലൈഫ് ഭയങ്കര എന്താ പറയാ ഫാസ്റ്റാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇൻ വാട്ട് സെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഇപ്പോൾ എൻ്റെ വീഡിയോ കൂടെ കണ്ടിട്ട് കുറച്ച് അറിയാലോ. നമുക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ ഒരാളെ നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസത്തിലൊരിക്കലാണ് വിളിക്കാറ്. മണിക്കൂറിന് 15 യൂറോ ആണ്. ഇപ്പോൾ 17 യൂറോ. ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ടായിരിക്കുമല്ലോ. മണിക്കൂറിന് 17 യൂറോ ആണ് ചാർജ് ചെയ്യാറ്. എങ്ങനെ
ഫുൾ വീട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരുമ്പോൾ 8-9 മണിക്കൂറൊക്കെ ആവാറുണ്ട്. 5-6 മണിക്കൂറൊക്കെ എന്തായാലും ആവാറുണ്ട്. കാരണം ബാത്റൂം ഒക്കെ നന്നായി ഡീപ് ക്ലീൻ ചെയ്യാം, പിന്നെ ബെഡ്ഷീറ്റ്സ് ഫുൾ ചേഞ്ച് ചെയ്ത് ബെഡൊക്കെ വാക്യൂം ചെയ്ത് ആവാറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഒരു മെയ്ഡിനെ എഫോർഡ് ചെയ്യാന്നുള്ളത് നമ്മളെ പോലത്തെ ഒരു ഫാമിലിക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഈവൻ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ബേബി സിറ്റ് ചെയ്യാനും മണിക്കൂറിന് 17 യൂറോന്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ കുക്ക് എന്നുള്ള സംഗതി അധികം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് 1-2 ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവർ പോകുന്നുള്ളത്. പക്ഷെ അവർക്കും പക്ഷെ അതെനിക്ക് സ്റ്റിൽ ബെറ്റർ പ്രൈസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം എത്ര യൂറോ? 17 യൂറോ ഒരു മണിക്കൂറിന്. പക്ഷെ എന്നാലും നമുക്ക് അറിയില്ല. അപ്പോൾ ഉച്ചയ്ക്കൊന്നും റെസ്റ്റോറൻറ്റ്സ് അധികം അവിടെ ഉണ്ടായിരിക്കില്ലേ. മെക്ഡി, KFC, പിസ്സ അങ്ങനത്തെ സംഗതികൾ, ഡോമിനോസ് അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതല്ലാത്ത റെസ്റ്റോറൻറ്റ്സ് അധികം ഈവനിങ് 5 മണിക്ക് ശേഷം തുടങ്ങുക. 10 മണിയാകുമ്പോഴേക്ക് റെസ്റ്റോറൻറ്റ്സ് ക്ലോസ് ചെയ്യും. നമ്മുടെ ഒരു ലൊക്കാലിറ്റി ഉണ്ടാവും, ചെറിയൊരു ലൊക്കാലിറ്റി. അവിടെ നിന്നുള്ള ഡെലിവറീസ് മാത്രമേ അവർ എടുക്കുള്ളൂ. ഇല്ല പോട്ടറൊന്നുമില്ല, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ലിമിറ്റഡ് നോളേജ് ആണെന്ന് അറിയില്ല. അപ്പോൾ അതൊന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഇവിടെ കുറച്ചും കൂടെ. ഇപ്പോൾ അൽക്ക റീസെൻ്റ്ലി പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവൾ കുക്കിനെ വെച്ചു. ഭയങ്കര ഗുഡാണ്. രാവിലെ അവർ ഒരു 7:30-8 ആകുമ്പോൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പോവും. അത് കഴിഞ്ഞിട്ട് ഒരു 10-10:30 ആകുമ്പോൾ വന്നിട്ട് അവർ ലഞ്ച് കുക്ക് ചെയ്യും. ആൻഡ് ഈവനിങ് ഇവർക്ക് ഡിന്നർ ഓൾറെഡി ഒരുപാട് ഫുഡ് ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസവും രാവിലെ മെയ്ഡ് വന്നിട്ട് അടിച്ചു വാരി തുടയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതുമല്ല, നമ്മുടെ മെയ്ഡ് ലീവ് ആണെന്നുണ്ടെങ്കിൽ പ്രോണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ആപ്പ് കേട്ടു. അവർ പുതിയ ലോഞ്ച് ചെയ്ത ഉടനെ ഏത് കാരണം മണിക്കൂറിന് 49 യൂറോ വെച്ചിട്ടാണ് അവര്, അല്ല സോറി രൂപ, 49 രൂപ വെച്ചിട്ടാണ് അവര് മെയ്ഡിനെ അവര് നമുക്ക് തരുന്നത്. ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഫ്ലെക്സ് ഇപ്പൊ ഇവര് വന്നപ്പോ ഇതാണ്. വരും ഇപ്പോൾ വന്നിട്ട് അങ്ങനെ പൈസ തരണം അങ്ങനെ പറയാല്ലോ കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ കൺവീനിയൻസ് ബില്ലിംഗ് ആണെങ്കിൽ നമുക്ക് ആൾക്കാരെ സ്പെൻഡ് ചെയ്യോ വേണ്ട. അതാണ് അങ്ങനെ സ്പെൻഡ്. പക്ഷെ അവിടെ എനിക്ക് തോന്നിയിട്ടില്ല, ഈവൻ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിലും നമുക്ക് ഇത്ര ഈസി ആയിട്ട് ആൾക്കാരെ നമുക്ക് കിട്ടില്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇക്കറത്തിനെയൊക്കെ തന്നെ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാസത്തിൽ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ അവരുടെ പിന്നാലെ നടക്കും. എന്നാണ് അപ്പോയിന്റ്മെന്റ് എന്നിട്ട് അവര് അടുത്ത മാസം ഈ ഒരു സമയമാകുമ്പോൾ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരും. ഇക്രാണ് കൂടുതൽ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ അവർക്ക് ഇപ്പൊ വീട് നന്നായിട്ട് അറിയാം. പിന്നെ നമുക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ പോരുന്ന സമയത്ത് ഒരു ഇക്കറത്തിന്റെ ഉണ്ട്. കാരണം ഇക്കറത്തിന് മന്ത്ലി വൺസ് വന്നിട്ട് പൊടിയൊക്കെ പിടിക്കുമല്ലോ തുടയ്ക്കാൻ വേണ്ടിട്ട്. അപ്പോൾ ഈവൻ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിലും നമുക്ക് ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഡെലിവറി ഒന്നും ഇത്ര ഈസി അല്ല, ഇത്ര കോമൺ അല്ല. അതിൻ്റെ ഒപ്പം ഫുഡാണെന്നുണ്ടെങ്കിലും 5 മിനിറ്റിൽ നമുക്ക് കിട്ടുക, 10 മിനിറ്റിൽ നമുക്ക് കിട്ടുക, 20 മിനിറ്റ് ഡെലിവറി, അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. 10 മണിക്ക് ശേഷം നമുക്ക് ഒരു സാധനം കിട്ടില്ല. അപ്പോൾ ഭയങ്കര, എനിക്ക് കുറച്ചും കൂടെ ഞാൻ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭയങ്കര ഫാസ്റ്റ് ലൈഫ്. ഒന്നിനൊന്നിനും സമയം കിട്ടില്ല എന്ന് നമുക്ക് പോകുന്നത്. ഭയങ്കര ഫാസ്റ്റ് ലൈഫ്, നമുക്ക് എല്ലാം പെട്ടെന്ന് കിട്ടും. ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ്. അപ്പൊ ഒന്നിനൊന്നിനും രാവിലെ ആവണോ പിന്നെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഫാസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നാറ്. ഒരുപാട് കാര്യം ചെയ്യാനുള്ളത് രാവിലെ രാത്രിയാവുന്നത് പെട്ടെന്ന് തന്നെയാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് ഇവിടുത്തെ ജീവിതം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാനായിട്ടൊരു ഫാമിലിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള അധികം അവിടെയാണല്ലോ. അപ്പൊ അതിന്റെ നല്ല വ്യത്യാസം, നല്ലൊരു ചേഞ്ച് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തു. ഇവിടെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഈസിയാണ് നമുക്ക്. മടിച്ചുകളാക്കി കളയും. നീ ഇപ്പൊ നിന്റെ കാര്യം ചെയ്തില്ല വെച്ചാൽ വേറെ ആരും ചെയ്തു തരാനില്ല. ഇപ്പൊ എന്റെ കാര്യം ഞാൻ ചെയ്തില്ല വെച്ചാലുണ്ടല്ലോ, എനിക്ക് വേറൊരു ഹെൽപ്പ് വിളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് മടിച്ച് എനിക്ക് ശരിക്കും മനസ്സിലാവേണ്ട. ഞാൻ പണ്ട് അങ്ങനെ ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് ഇന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. എനിക്ക് നല്ല ഒപ്പീനിയൻ എനിക്കുണ്ട്. കാരണം നമുക്ക് ഹെൽപ്പ് എഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഹെൽപ്പ് എടുക്കണം. പക്ഷെ നമ്മളും നമ്മുടെ പണി ചെയ്യണം പാരലലി. ഇപ്പോൾ അതിൽ വേറൊരാൾ ഇപ്പോൾ കുക്കിംഗ് ഞാൻ ഇപ്പോൾ ചെയ്യണില്ല, വേറൊരാൾ ഒക്യുപ്പൈഡ് ആയി കഴിഞ്ഞാൽ ആ ഒരു ടൈം ഞാൻ വേറൊരു വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യത്തിന് യൂസ് ചെയ്യണം. കാരണം ഞാൻ വെറുതെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കരുത് ഒരു ഹെൽപ്പിന്. അത്ര ക്ഷീണം ഉണ്ടെങ്കിൽ ഞാൻ 8 മണിക്കൂർ ഉറങ്ങി ഒരു 10 മണിക്കൂർ ഉറങ്ങാതെ പറഞ്ഞിട്ട് അങ്ങനെ കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കത് ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രൊഡക്ടിവിറ്റി ലൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരാളാണ് ഞാൻ. ആണ് എന്ത് പറയാൻ സമ്മതിക്കില്ല ആണ്. അപ്പോൾ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ വെക്കാം. ഈ പറഞ്ഞതുപോലെ അവർക്കതൊരു ജോലിയാണ്, അവർക്കതൊരു ഇൻകമാണ്, നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം, നൈഷ്. എനിക്കൊരു ഒരു രസമല്ലേ.
നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു 1.5 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും പല പേസിൽ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അവാർഡ് കിട്ടുന്ന രീതിയിലുള്ളൊരു മെസ്സേജ് അൾട്രാ ഹ്യൂമൻ്റെ ആപ്പിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോഴാണ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഞാൻ എൻ്റെ ചൂണ്ടുവിരൽ ഇടുന്നത് എന്നുള്ളത്. ഇത് അൾട്രാ ഹ്യൂമൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹെൽത്ത് ട്രാക്കിംഗ് റിംഗ് ആണ് കേട്ടോ. കുറച്ച് കാലമായി ഞാൻ കുറച്ചും കൂടെ ഹെൽത്ത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് ബാൻഡോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ ഒരു റിങ്ങോ വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളും എനിക്ക് അറിയേണ്ട കാര്യങ്ങളും എനിക്ക് മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം കൂടെ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ പറ്റുന്ന എനിക്ക് നന്നായി തോന്നിയത് അൾട്രാ ഹ്യൂമൻ ആയിരുന്നു. ഫോർ മെനി റീസൺസ്. എന്താണെന്നുള്ളത് ഞാൻ പറയാം. വൈ റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വാച്ച് ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാച്ച് കിട്ടുന്ന ശീലം ഒട്ടുമില്ല. നിങ്ങൾ എപ്പോഴും എൻ്റെ കൈ ഇങ്ങനെ ആയിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഓർത്ത് കെട്ടുക എന്നുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതാകുമ്പോൾ നമ്മുടെ ഒരു ബോഡി പാർട്ടായിട്ട് മാറി ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ രണ്ടാമത് ഞാൻ എൻ്റെ ഫോണല്ലാതെ ഒരു കാര്യം ചാർജ് ചെയ്യാറില്ല. അതുകൊണ്ട് വാച്ചൊക്കെ ആലോചിച്ച് ചാർജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാവുമ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 7-8 ദിവസത്തോളം എനിക്കിത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ഇനി എങ്ങാനും ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാന സൗകര്യം നമുക്ക് ആപ്പൊന്നും കിട്ടില്ല. അത്ര ഒരു നോട്ടിഫിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ സ്കിന്നിനോട് കുറച്ചും കൂടെ ക്ലോസ് ആയി കിടക്കുന്നത് കൊണ്ട് റിങ് കൂടുതൽ നന്നായിട്ട് ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. പിന്നെ ഇതിൽ നമുക്ക് സ്ലീപ്പ് നല്ല കിടിലായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ സ്ലീപ്പ് ട്രാക്കിംഗ് ആണ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സമയത്ത് ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. കാരണം അതിൽ ഓരോ നമുക്ക് അറിയ പോലും ഉണ്ടായില്ല എനിക്ക് ഈ കാര്യങ്ങളൊക്കെ സ്ലീപ്പിലുണ്ട് എന്നുള്ളത്. അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രാക്കിംഗ് ആണ് സ്ലീപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ ഈവൻ നമുക്ക് ഉറങ്ങുന്നതിൻ്റെ മുന്നേ ബ്രൈറ്റ് ലൈറ്റിനോട് എക്സ്പോഷർ നമ്മൾ കുറയ്ക്കണം, അങ്ങനത്തെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ അവർ തരും. അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ലീപ്പ് കുറച്ചും കൂടെ ഒന്ന് സമയത്ത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഒരു ഡ്യൂറേഷൻ കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഒപ്പം ഈ പറയുന്ന പോലെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒപ്പം പീരിയഡ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും, ഓവുലേഷനും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പീരിയഡ്സിൻ്റെ കാര്യം അത്ര എക്വറേറ്റ് ആയിട്ട് പറയാൻ എനിക്ക് ആയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ സോഫാർ എനിക്ക് ഗുഡാണ്. എനിക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ബെനിഫിഷ്യൽ ആവുന്നതെന്നുള്ളത് ഞാൻ വരുന്ന 1-2 വീഡിയോസ് ഷെയർ ചെയ്യാം കേട്ടോ. താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അപ്കമിങ് 1-2 വീഡിയോസിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഫോർ നൗ ഇതൊക്കെയാണ് ഞാൻ അൾട്രാ ഹ്യൂമൻ ചൂസ് ചെയ്യാനുള്ള റീസൺ ആൻഡ് ഇതൊക്കെയാണ് ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഞാൻ 3 കാര്യമാണ് മെയിൻലി ഇതിൽ ചെക്ക് ചെയ്യാറ്. ഈ കാണുന്ന 3 കാര്യങ്ങൾ ഞാനിതിൽ സ്ലീപ്പിൻ്റെ ഡീറ്റെയിൽസ് നല്ലോണം എല്ലാ രാത്രി കഴിഞ്ഞാലും ഇരുന്ന് ഞാൻ നോക്കാറുണ്ട് കേട്ടോ. ടോട്ടൽ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി, എന്തായിരുന്നു നമ്മുടെ സ്ലീപ്പ് എഫിഷ്യൻസി, എത്ര % ആണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ പോയത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ ഞാനിപ്പോൾ എന്തായാലും നന്നായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് സ്ലീപ്പ് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ടിപ്സ്, അതൊക്കെ അവരിങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് സെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ബേസിക് ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യാറുള്ള ഒരു കാര്യം ബോഡി മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അതും എത്ര സ്റ്റെപ്സ് എടുത്തു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഞാൻ നന്നായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. പിന്നെ ഈ കാണുന്ന ഡൈനാമിക് റിക്കവറി സ്കോറും കൂടിയാണ് ഞാനിപ്പോൾ തൽക്കാലം ചെക്ക് ചെയ്യാറുള്ളൂ. ഇതിൽ ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആണ്. പക്ഷെ അത്രയൊന്നും നോക്കിയും പഠിച്ചു ഞാൻ എത്തിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ഞാനിത് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. കാരണം എനിക്ക് ഇങ്ങനത്തെ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് താല്പര്യവും ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. വൈഷുവൊക്കെ ഭയങ്കര മാറ്റമാണ്. എനിക്ക് വൈഷുവൊക്കെ ഞാൻ ആലോചിക്കണം എന്തുമാതിരിയാണ് മാറിയതെന്ന്. പുതിയൊരാളായിരിക്കണം. ഈ കോർട്ടിസോളിനെ ഭയങ്കര പേടിയാണ് ആശാന്. അതായത് പ്രഗ്നൻറ്റ് വിമനും കുഞ്ഞിനും ഇങ്ങോട്ട് വരും, ഇല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകും. ടെൻഷൻ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പോൾ അത് വരുന്നു പറഞ്ഞിട്ട് എന്നോട് ഒന്നിനും നിൽക്കാറില്ല. ഞാനും ഭയങ്കര കാമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രഗ്നൻസി ഹാസ് ടോട്ട് മീ. ഇന്നലെ എനിക്ക് ഇത്തിരി ദേഷ്യം വന്നു. പക്ഷെ അല്ലാണ്ട് പൊതുവേ ഞാൻ ഭയങ്കര കാമായി. അപ്പോൾ വൈഷു ഇങ്ങനെ കോർട്ടിസോൾ കൺട്രോൾ യുവർ ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും. എന്നിട്ട് എന്നാൽ ഛർദ്ദിക്കാൻ വന്നു. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഉണ്ട്. മിഡ് ഡേയിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ വാസ് ഇനീഷ്യൽ ഇടയ്ക്കിടയ്ക്ക് വാള് വയ്ക്കുന്നുണ്ടായല്ലോ. ഫസ്റ്റ് ട്രൈമസ്റ്റർ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എന്നും വാള് വയ്ക്കാൻ തുടങ്ങി. സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും ബെറ്ററായി. പക്ഷെ ഇപ്പം നോസിയയുടെ ഇഷ്യൂ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോഷ്യസ് ആവും ഉച്ചയ്ക്കൊക്കെ. നിനക്കുണ്ടായിരുന്നു അങ്ങനെ നോസിയ ഈ ഡേറ്റ്? നിനക്ക് ഈ ഹാർട്ട് ബേൺ ഉള്ളവരുടെ കാര്യം അറിയോ? എനിക്ക് ഹാർട്ട് ബേൺ ഉള്ളവർക്ക് മുടി കൂടുതലായിരിക്കുന്നത്. അത് സയന്റിഫിക്കലി റീസേർച്ച് ആയിട്ട് എത്ര ഉണ്ട്. അതുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ്.
അപ്പം എൻ്റെ കുഞ്ഞെന്താ മുട്ട കുഞ്ഞോ? ഒരു ഹാർട്ട് ബോണില്ല. വൈഷുവിൻ്റെ മുടിയാണ് കിട്ടുന്നത് തീരുമാനമാവും. എൻ്റെ മുടി കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ കുഞ്ഞിന്. ഒന്നും ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സൊക്കെ എനിക്ക് ചൂസ് ചെയ്യണമായിരുന്നു. നമ്മുടെ കാറ് ഉണ്ടോ? എന്താ സാധനങ്ങൾക്ക് എടുത്തു കാറിന്ന് കുറച്ചു നേരം ഫോൺ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കളിച്ചു. എനിക്കാണെങ്കിൽ മാരക മോഷൻ സിക്നസ് ആട്ടോ. കാറിൻ്റെ ഒന്നെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ അല്ലെങ്കിൽ ബാക്ക് സീറ്റിൽ സെൻറ്ററിൽ ഇരിക്കണം. എൻ്റെ സൈറ്റ് ബ്ലോക്ക് ആവാൻ പാടില്ല, മൊബൈൽ നോക്കാൻ പാടില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര മോഷൻ സിക്നസ് ട്രിഗർ ചെയ്യുന്ന സംഗതിയാണ്. ഇവിടെ എത്താനാകുമ്പോൾ എനിക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. യുവിയുടെ ആ ഒരു ടോയ് ഇല്ലേ, അത് നല്ലൊരു ടോയ് ആണ് കേട്ടോ. നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ കാറിലും ഫ്ലൈറ്റിലും ഒക്കെ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. മാരകമായ ഛർദ്ദിക്കാൻ വരല് കാരണം എനിക്ക് തോന്നുന്നു കാറിലിരുന്ന് കുറേ നേരം ഇവൾക്ക് എന്തോ ഒരു വീഡിയോ എടുത്തു കൊടുത്തു. എനിക്കാണെങ്കിൽ ഭയങ്കര മോഷൻ സിക്നസ് ആണ്. കുറച്ചു നേരം കുഴപ്പമില്ല, പക്ഷെ കുറച്ചധികം നേരം കുറ്റപ്പെടുത്തിയല്ല ഞാൻ. അപ്പോൾ കുറച്ചധികം നേരം ഫോണിൽ നോക്കിയിരുന്ന് സംസാരിച്ചപ്പോൾ ഇവിടെ എത്തി. ഇവരുടെ പുതിയ മഹീന്ദ്ര ഞാൻ നന്ന ഉഷാറായി കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി, ചാടി ഇറങ്ങി. ഞാൻ ഒരു പാർക്ക് ചെയ്ത് വരുമായിരിക്കും. ഇത് ഏതാ മോളൽക്ക? കനക്പുര. നല്ല കുറച്ച് ഭംഗിയുള്ള കുർത്തകൾ കിട്ടുന്നുണ്ടെങ്കിൽ പോയി നോക്കാം. വിശന്നിട്ട് പോയി ആദ്യം പോയി ഫുഡ് കഴിക്കാം. കെബാബ്ജിയിലാണ് നമ്മൾ കഴിക്കാൻ വന്നിട്ടുള്ളത്. ഈ ഡിഷ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് വന്നതാ. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാൽ എനിക്ക് ഫ്രൈസ് നല്ല ഇഷ്ടമായി. ഫ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? എന്ത് കിട്ടാനും നല്ല കഷ്ടമുണ്ട്. ഇവിടെ ഫുഡ് ആക്ച്വലി നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഫുഡ് റിവ്യൂ ചെയ്യാനും അതിൻ്റെ ടേസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഒരുപാട് നല്ല വെറൈറ്റീസ് നമ്മൾ ട്രൈ ചെയ്തു. നല്ല ഫുഡായിരുന്നു. ഫുഡിനൊക്കെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ടേസ്റ്റും എടുത്ത് പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാനൊക്കെ അറിയാം അൽക്കയ്ക്കും റോസിനുമാണ് കേട്ടോ. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ക്ലോസ് സർക്കിളിൽ ഏറ്റവും നല്ല ഫുഡീസായിട്ട് എനിക്കറിയുന്നത്. ഈ ഫുഡി എന്ന് പറയുന്ന ടേം എനിക്ക് തോന്നുന്നു നമ്മുടെ കമൻറ്റ് സെഷൻ തന്നെ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ടേമാണ്. ഫുഡി എന്ന് പറയുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കും, ഫുഡിനോട് അമിത താല്പര്യമുള്ള ഒരാളെ അല്ല ശരിക്കും ഫുഡി എന്ന് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ തരത്തിലും രീതിയിലുള്ള ഭക്ഷണം ക്യുസീൻസും ഒക്കെ ട്രൈ ചെയ്യാൻ വില്ലിങ്ങും അതേപോലെ തന്നെ അതിന് താല്പര്യമുള്ള ആൾക്കാരെയാണ് ഫുഡി എന്ന് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒട്ടും ഫുഡി അല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ വില്ലിങ് അല്ലാത്ത ഒരാളാണ്. എല്ലാ ടൈപ്പ് മീറ്റും കഴിക്കാത്ത ഒരാളാണ്. അതേപോലെ തന്നെ വിഷ്ണുവും ഭയങ്കര സെലക്റ്റീവ് ആണ് കേട്ടോ. വിഷ്ണുവിനും അങ്ങനെ എല്ലാ രീതിയിലുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ വിഷ്ണു അങ്ങനെ ഓപ്പൺ അല്ല. പക്ഷെ റോസിനേക്കാളും അൽക്കേനേക്കാളും ഒക്കെ ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കുന്ന ആൾ ഞാനാണെങ്കിലും റിയൽ ഫുഡി എന്നുള്ള ഡിസ്ക്രിപ്ഷൻ മാച്ച് ചെയ്യുന്നത് അൽക്കയ്ക്കും റോസിനും ഒക്കെ ആയിരിക്കാം. കാരണം അവർക്ക് ഒരുപാട് ഭക്ഷണം ട്രൈ ചെയ്യാനുള്ള മനസ്സും അതിനുള്ള താല്പര്യം ഒക്കെ ഉണ്ട്. ക്വാണ്ടിറ്റി അല്ല ഇവിടെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഫുഡി ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, ഒരു ഭാഗ്യമാണ്. ഇത് ഒരവസരം കിട്ടുമ്പോൾ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതാ. നമ്മൾ ഗംഭീരമായി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ഇനി ഞങ്ങൾ 4 പേരും 2 ആവുകയാണ്. ഞങ്ങൾ കുറച്ച് കുർത്ത ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. അവര് വേറെ കുർത്ത വേണം അല്ലെ ടോപ്പ് നോക്കാം. അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ എവിടെ പോകുന്നു എന്നുള്ളത് മാഡം അൽക്ക് വേണം തീരുമാനിക്കാൻ. ഞാൻ ജോഗ്രഫിക്കലി ചാലഞ്ച് ആദ്യമേ പറഞ്ഞു. അല്ല, കടകളുടെ പേര് പറഞ്ഞാൽ മതി. ജോഗ്രഫിക്കലി ചാലഞ്ചിങ് എന്തൊക്കെ വേടാ നോക്കാം. ജോഗ്രഫിക്കലി ചാലഞ്ച്. യുവിക്കൊരു 1-2 പേര് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാട്ടോ. യുവിക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. പക്ഷെ അവൻ തടി കുറവാകുന്നത് കാരണം അവന് ട്രൗസേഴ്സ് എല്ലാം കുറച്ച് ലൂസുമാണ്, എന്നാൽ ഷർട്ട് അത്യാവശ്യം ലെങ്ത്ത് വേണേനും. അപ്പോൾ യുവിയുടെ ഹൈറ്റിനും തടിക്കും മൊത്തത്തിലുള്ള ഡ്രസ്സ് നമുക്ക് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം ഇപ്പോൾ ട്രൗസേഴ്സ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ചെറുതാക്കുകയാണോ ചെയ്യുന്നത്. അരഭാഗം നമുക്ക് വലിയൊരു വീതിയില്ല. അപ്പോൾ ട്രൗസേഴ്സ് മാത്രം ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തെരച്ചിലാണ് കേട്ടോ ഞാൻ. വല്ലതും പാകമായിട്ടുള്ളത് കിട്ടുമെന്നുള്ളത്. ഇത് പറ്റുന്നു അങ്ങനത്തെ വേറെ ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് വലുതായിരിക്കും. ഇത് നോക്കിയോ ബ്ലൂ. ഓൾഡർ സൈസ് എടുത്താൽ പോരാ. ഇല്ല. ഈ പോളോ ഒരെണ്ണം എടുത്ത് നോക്കൂ. ഉണ്ടോ പോളോ? എന്നാൽ ഒരു പോളോ ടീഷർട്ട് എടുക്കൂ. നീ
That's nice. അതും ആക്ച്വലി നല്ലതാ. യാ വെരി എലഗന്റ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നമ്മൾ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഞാനിപ്പോൾ സൽവാറും കുർത്തിയൊക്കെ നോക്കുമ്പോൾ തന്നെ വൈറ്റ് ഓൾറെഡി എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അതിൻ്റെ ഒപ്പം അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിൽ വരുന്ന രീതിയിലുള്ള സൽവാർസൊക്കെ ഉണ്ടോ ഞാൻ നോക്കുന്നുണ്ടായിരുന്നത്. ഇത് നല്ല രസമുണ്ടായിരുന്നു ആദ്യത്തത്. രണ്ടാമത്തെ എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല, എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. അങ്ങനെ കൺഫ്യൂഷൻ ഓവറായി കഴിഞ്ഞപ്പോൾ രണ്ടും നമ്മൾ എടുത്തില്ല, രണ്ടും അവിടെ വെച്ചു. യുവിക്ക് നമ്മൾ നേരത്തെ നോക്കി വെച്ചിരുന്ന ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഹോം സെൻറ്ററിൽ വന്നിക്കുകയാണ്. എനിക്ക് അൽക്ക മാമിനൊരു ഫ്രൂട്ട് ബൗൾ മേടിക്കണം. ഒരു ഫ്രൂട്ട് ബൗളിൻ്റെ അഭാവം ആ വീട്ടിൽ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചു. അപ്പോൾ അത് മേടിക്കണം. അപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. എനിക്ക് ചന്ദനത്തിരി ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളങ്ങനെ ആടിപ്പാടി ഒന്നും വാങ്ങാതെ യുവിക്കുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. എന്തെങ്കിലും വാങ്ങിക്കുമോ? ആറ്റുനോട്ടൊന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാധനമില്ല. ആ ഫ്ലിക്കറിങ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളൊരു 5-6 ഷോപ്സ് കയറി ഇറങ്ങിയെങ്കിലും എനിക്കൊന്നും അങ്ങോട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഡ്രസ്സൊക്കെ നമുക്കൊരു ഫീലിംഗ് വരുമ്പോഴല്ലേ നമുക്ക് എടുക്കാൻ പറ്റുക. അങ്ങനെ പല പല കടകളിൽ കയറി ഇറങ്ങിയെങ്കിലും എനിക്കൊന്നും അങ്ങോട്ട് കണക്ട് ആയില്ല കേട്ടോ. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മളൊന്നും വാങ്ങിയില്ല. എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇവിടെ ആദ്യം പറഞ്ഞാൽ എന്താണ്, ഞാനൊന്നും സമ്മതിക്കില്ല എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു 400 ഇട്ട് നോക്കിയിട്ട് എന്നെ എടുക്കാണ്ട് എനിക്ക് വർക്ക് ആവണം. ഈ കുർത്തി വെക്ക് വേണ്ടി പണിയെടുക്കണം. എനിക്ക് മനസ്സിലാവണില്ല. കുർത്തി വന്ന് പറയണോ നല്ല ഭംഗിയുണ്ട് അടുത്തോളൂന്ന്. ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആവണല്ലോ. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. എനിക്ക് നമ്മളിവിടെ ഇങ്ങനെ അധികം ഷോപ്പ് ചെയ്യാത്തതുകൊണ്ട് റേറ്റ് മനസ്സിലാവുന്നില്ല ശരിക്ക് എത്രയാണ് ആണ്. പക്ഷെ ഇവളൊന്നും സമ്മതിക്കണമില്ല. ഞാൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ നേരത്തെ ഒരു 6000 രൂപയുടെ കൊടുക്കുക. ഞാൻ പറഞ്ഞ തന്നെയാണ് വേണ്ടാന്ന്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നോക്കുന്നത് വേണ്ട, അത്ര ഇഷ്ടമായില്ല. ഗ്രൗണ്ട് ഫ്ലോറിലാണ് പോകേണ്ടത്. ആണോ? എന്നാൽ എനിക്കത് അത്ര ഇഷ്ടമായില്ല. അപ്പൊ എനിക്കിങ്ങനെ ലൈക്ക് റേറ്റ് കാണുമ്പോൾ ആ റേറ്റിന് അത് ഉണ്ടോ എന്നുള്ളത് വിലയിരുത്താൻ പറ്റുന്നില്ല. ആ സ്കില്ല് ഇവിടത്തെ പോലും ഇപ്പൊ നമുക്ക് 50 യൂറോ 20 യൂറോ അതിൻ്റെയൊക്കെ ആ സാധനം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇതിപ്പോ കിട്ടുന്നില്ല. എന്ത് ഇവളുടെ വിലയിരുത്താൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് ഒന്നും ഞങ്ങൾക്ക് മുന്നേ ഉണ്ടല്ലോ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരു സാധനം ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ എന്റെ ചില ഡ്രസ്സൊക്കെ നിങ്ങളിങ്ങനെ താഴെ പറയാറില്ലേ രസമുണ്ട് ഡ്രസ്സ്, അപ്പോഴാണ് ഇവൾക്കൊരു തോന്നല് രസം ഉണ്ടോ അത് ഇത് കരുതിയിട്ട് ഇടയ്ക്ക് എന്നോട് പറയും ഇത് തിരക്കേടില്ലാന്ന്. അല്ലാതെ നമ്മുടെ 2 പേരുടെയും താല്പര്യങ്ങൾ ഇഷ്ടങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കുർത്തിന്നൊക്കെ അല്ല അത് ഞാൻ തന്നെ പറയാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ 2 പേരുടെയും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അതിൽ വളരെ 2 വഴിക്കാണ്. ഓരോ കുർത്തി വൃത്തിയുടെ സാധാരണ ഞാൻ തിരിഞ്ഞോട് നോക്കില്ല. ഇവൾ എനിക്ക് എടുത്ത് മറ്റേ സജഷൻ ആയിട്ട് എടുത്തോണ്ടിരുന്ന സാധനം ഞാൻ അവിടെ വെച്ചോളൂ എന്ന് പറയാം. നോക്കില്ല. പക്ഷെ ഒന്ന് സെറ്റ് ആയില്ലോ. എവിടുന്ന കിട്ടുക? ഇവിടെ ഈ നാട്ടിൽ കുർത്തിയില്ല. ഞാൻ വളാഞ്ചേരി വഴി നമ്മളവിടെ വന്നിക്കുന്നതെന്നറിയോ? മെഗ്നോളിയ. അവിടെ ട്രസ്ലച്ചസും പിന്നെന്താണ് ചീസ് കേക്കും. അൽക്കയ്ക്ക് പ്രഗ്നൻസിയിൽ തീരെ മധുരം പറ്റില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് അൽക്ക് വരില്ല എന്നൊക്കെ പറയാം. നിർബന്ധിച്ച് കൊണ്ടുവന്നത്. പക്ഷെ കിട്ടിയ നല്ലോണം തിന്നും. എന്റെ ബോയ് ഉറങ്ങിയോ? താങ്കളുടെ ഭാര്യ പറഞ്ഞു അവൾക്ക് മധുരം കാണണ്ട, കുറച്ച് മെല്ലെ പോയാൽ മതി. അതുകൊണ്ട് ഇവിടെ തൊടില്ലാത്തത്. ഇതാണോ പകുതി? ഞാൻ പറഞ്ഞത് എനിക്ക് പല്ല് വേദന ഉറക്കം തല്ലുണ്ടാക്കി തീരുമ്പോ ഞാൻ ഇതൊന്നും അൽക്ക തനിക്ക് ഷുഗർ ക്രേവിംഗ് ഇല്ല. ക്രേവിംഗ് ഇല്ലാന്ന് എനിക്കും അറിയാം. ഈ കാര്യം കണ്ടാ തിന്നും ആണോ? അപ്പൊ പുള്ളില്ല അൽക്ക തനിക്ക് ഷുഗർ ഇഷ്ടമല്ല അൽക്ക? ഈ മാങ്ങ കൊള്ളാട്ടോ. എനിക്കാണ് ചീഞ്ഞ മാങ്ങ. ശരിക്കും ട്രസ്ലച്ചസ് ക്ലാസിക് ആണ്. വേറെ ഫ്ലേവറിനൊക്കെ നല്ലത് അതാ. ചേഞ്ച് ആയിക്കോട്ടെ അറിഞ്ഞിട്ടാണ് ഞാൻ മാംഗോ മേടിച്ചത്. കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോകുന്നു.
ഡ്രസ് മാറ്റുന്നു, ക്രീം ഇല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നിട്ട് നമ്മൾ നേരെ നന്ദി സിറ്റാഡിലേക്ക് വരുന്നു. അപ്പോൾ ഇവള് നന്ദി സിറ്റാഡ്, ഇവർ രണ്ടുപേരും നന്ദി സിറ്റാഡിലേക്ക് വരുന്നു. അവിടെ നമ്മൾ താലം കൈമാറുന്നു. പിന്നെ ഞാൻ ഇവർക്ക് കൊടുക്കുന്നു, ഇവളെ ഞാൻ വിടും. സമയത്ത് വരില്ല. വരും. ഇല്ല, പോവാ മതി. വരില്ല ഏൽക്കാം. ഇല്ലില്ല, കാരണം ആ സമയത്തിന് ഇറങ്ങുന്ന ഒരു പരിപാടി ഞാൻ 5 മണിക്കൂർ ഷോപ്പ് ചെയ്യാത്ത എന്താണ് നീ ഇപ്പൊ ഷോപ്പ് ചെയ്യാൻ? ഒന്നും കിട്ടിയില്ലേ, രസമല്ലേ ഇവിടെ. എനിക്ക് ഇവിടെ ഷോപ്പിംഗ് തീരെ ഇഷ്ടമില്ല. ഞാൻ ഇന്ന് പെട്ടുപോയതാ. ഇന്ന് രസമില്ലെങ്കിൽ പോയാൽ പോലും. പിന്നെ എന്തിനാണ് അടിച്ചു പിടിച്ച് കിടക്കും. ഇന്ന് കാര്യമായിട്ട് എനിക്കൊന്നും ഷോപ്പ് ചെയ്യാൻ പറ്റാത്തത് കാരണം വിഷ്ണു വൈശാഖ് സാറും വീട്ടിൽ പോയി ഞാനും അൽക്കും കുറച്ചു നേരം കൂടെ ഷോപ്പ് ചെയ്ത് വരാമെന്നുള്ള ഐഡിയ നമ്മളിവിടെ പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ സ്ലീപ്പിംഗ്. പല ആൾക്കാരുടെയും ചൊറി കാരണം നമുക്ക് അത് ഞാൻ എനിക്ക് എന്റെ വ്യൂവേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയേണ്ട ആവശ്യം പോലും ആരുടെ ചൊറി അപ്പൊ പോണം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പൊ വീട്ടിൽ പോണം. ചെറിയ നമുക്ക് കൗച്ചിലിരിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടക്കാനൊന്നും അറിയാൻ പാടില്ല. സ്പെഷ്യൽ എന്താന്ന് പറയാ, കുറച്ചു നേരം പുറത്തിറങ്ങിയാൽ ഇപ്പൊ വീട്ടിലെത്തണം. കഴിഞ്ഞു. ഇതല്ലേ മാക്സിമം. ഇപ്പൊ തന്നെ ഒരു 3-4 മണിക്കൂർ നമ്മൾ പുറത്തായില്ലേ. ആവശ്യത്തിന് പുറത്ത് പോവുക, സാധനങ്ങൾ വാങ്ങിക്കുക, തിരിച്ച് എത്രയും പെട്ടെന്ന് ഒരാവശ്യമില്ലാതെ കൗച്ചിലിരിക്കുക. അത് പിന്നെ കൗച്ച് വേണമെന്നൊന്നുമില്ല. വിഷ്ണുവിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് വീട്ടിലെ ഏത് കൗച്ചായാലും നല്ല സന്തോഷത്തിലിരിക്കുക. എല്ലാ ദിവസവും പോകുമ്പോഴത്തേക്ക് എത്ര വിഷ്ണു എന്റെ ഒപ്പം ഗ്രോസറി ഷോപ്പിംഗ് വരുന്ന ഇഷ്ടമല്ല. വിഷ്ണുവിന് 10 മിനിറ്റ് കാര്യം തീർത്ത് തരണം. അതാണ് എനിക്കൊരു സംശയമുണ്ട്. ഒന്ന് ചിന്തി വിഷ്ണു, നമുക്കിതൊരു മീറ്റിംഗ് ഉണ്ട് വൈകുന്നേരം 9 മണിക്ക്. ഇൻവൈറ്റ് അയക്കാൻ. നിങ്ങളപ്പോ യുവിയുടെ ബർത്ത്ഡേക്ക് തലേന്ന് രാവിലെയാണോ എത്തണേ? രാവിലെ അല്ലേ? നേരെ കോഴിക്കോടേക്ക് വരും. കോഴിക്കോടുന്ന് വളാഞ്ചേരിയല്ലേ കോഴിക്കോട് പരിപാടി. നീ രാവിലെ പറഞ്ഞ എന്താണ്? വളാഞ്ചേരി പോവാന്നാ ഞാൻ നിന്നോട് പറഞ്ഞേ. വെന്യൂ കോഴിക്കോട്. തീരുമാനിച്ചിട്ടുള്ള കോഴിക്കോട്. കോഴിക്കോടാണ്. കോട്ടക്കൽ ടു കോഴിക്കോടിന് നടുവിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഞാനും വിഷ്ണുവും യുബിയും കൂടെ ഇവിടെ ഇറങ്ങുകയാണ്. വിഷ്ണുവിന്റെ ഫസ്റ്റ് കസിൻ ഉണ്ട് ഇവിടെ അൽക്കയുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത്. അപ്പൊ അവരെ ഒന്ന് കണ്ടിട്ട് നമ്മളിനി ഇവിടുന്ന് ഇവരുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോകും. നാളെ നമ്മൾ കെട്ടും കിടക്കിയൊക്കെ എടുത്തൊരു സ്ഥലം വിടും. നല്ല വില. സമയം കിട്ടുകയാണെങ്കിലേ ജസ്റ്റ് ചെക്ക് ദാറ്റ് Airbnb thing. നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെന്റിൽ എത്തിയിരിക്കുന്നു. ഇനി എനിക്കൊരു കുക്കിംഗ് മാമാങ്കം ഉണ്ട്. അൽക്കയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കഴിക്കാൻ തോന്നുന്നു എന്ന് പറയണ്ടായിട്ടോ. ഇവർ യൂറോപ്പിൽ വന്ന സമയത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അടുക്കളയിലോട്ട് അങ്ങോട്ട് കയറുകയാണ്. മീൻ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുവയുടെ ഡിന്നർ ഉണ്ടാക്കിയിട്ടുണ്ടോന്നാവോ ചോദിച്ചു നോക്കിയോ കേട്ടോ. വെറുതെ അഭിനയിക്കുക, ഓരോന്ന് മനസ്സിലാവണ പോലെ മനസ്സിലാവും. അൽക്കയുടെ വർക്ക് ടൈം വരുന്നത് ഉച്ച തൊട്ട് രാത്രി 11 മണി വരെയാണ്. നമ്മൾ വൈജൂസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, അതായത് നമ്മളൊക്കെ ആദ്യം ജോലിക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നതും 2 to 11 ആയിരുന്നു. പിന്നെ അൽക്കയ്ക്ക് ആ ടൈം ഭയങ്കര കൺവീനിയൻ്റ് ആയത് കാരണം അങ്ങനത്തെ ഒരു സ്കെഡ്യൂൾ വരുന്ന ജോലികൾ തന്നെയാണ്. അതിനുശേഷം പലതും മാറിപ്പോയെങ്കിലും ടൈം ഏകദേശം ഇതന്നെയായിരുന്നു. അൽക്കയുടെ അന്നത്തെ ജോലി തീരുമ്പോഴേക്ക് എൻ്റെ കുക്കിംഗ് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ. ഒരു പയറുപ്പേരി, പിന്നെ ഒരു മോരുകറിയും, പിന്നെ ഒരു ചിക്കൻ, ഇങ്ങനെ ഒരു പെരട്ട് പോലത്തെ ഒരു സംഗതിയും. എൻ്റെ കിച്ചണിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കിത് മൊത്തത്തിൽ എല്ലാം കൂടെ ഒരു മണിക്കൂറിൻ്റെ പരിപാടിയായിരിക്കും. പക്ഷെ നമ്മളൊരു പുതിയ കിച്ചണിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ സാധാരണ എടുക്കുന്നതിനൊക്കെ ഇരട്ടി സമയം എടുക്കുമല്ലോ. അത് കാരണം ഞാനൊരു പരതലിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുള്ള കുക്കിംഗ് എൻ്റെ ഒരു കാര്യമല്ല കേട്ടോ. ഇതിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് മൊത്തം ഞാൻ ഒരൊറ്റ കാര്യമായിട്ടോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അവർക്ക് ആഗ്രഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും
കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, അൽക്ക പ്രഗ്നൻ്റ് ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചിക്കനും മോരുകറിയും കഴിക്കാൻ തോന്നുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ വരാനും അൽക്കയ്ക്ക് പ്രഗ്നൻ്റ് ആവുന്ന സമയത്തിന് അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്നുള്ളതൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയധികം സന്തോഷത്തിൽ ഞാൻ ഈ അടുത്ത് കുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ കുക്ക് ചെയ്തിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. അൽക്ക അവിടെ ഗംഭീരമായ മീറ്റിങ്ങിലാണ് കേട്ടോ. അൽക്കയ്ക്ക് രാത്രി 11 മണി വരെയാണ് അൽക്കയുടെ ടൈം വരുന്നത്. അപ്പോൾ ഞാൻ മെല്ലെ സംസാരിക്കുക കേട്ടോ, കാരണം അവൾ സംസാരിക്കുന്ന ഇടയിൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ സവാള വെളിച്ചെണ്ണയിൽ നല്ലോണം വഴറ്റിയെടുക്കണം. ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു കീ സ്റ്റെപ്പ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ സവാള നല്ലോണം കാരമലൈസ് ചെയ്ത് വരണം. കുറച്ചുപ്പും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒപ്പം ഒരു 1/4 ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. അത് മാത്രം ചെയ്ത് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ ആദ്യം ചെയ്യുന്നത്. എൻ്റെ ഫോൺ വിഷ്ണു 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയായിരുന്നേ. അപ്പോൾ എനിക്ക് മസാല ഇട്ടപ്പോൾ എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. ഇതിൽ നമ്മൾ ഉള്ളി നല്ലോണം കാരമലൈസ് ചെയ്ത് വന്നതിന് ശേഷം, അതായത് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ നമ്മൾ നല്ലോണം കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അതിലോട്ട് പിന്നെ മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലി, കറിവേപ്പില, വെളുത്തുള്ളി, ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച്, ഒന്നും ഓവറാവരുത്, കുറച്ച് മാത്രം ഇട്ടിട്ട് നല്ലോണം നേരത്തെ നമ്മളിട്ട ഫുള്ളുള്ളി ഇത്ര മാത്രമേ ഇപ്പോൾ ഉള്ളൂ, കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം ഇങ്ങനെ വഴറ്റി വയ്ക്കുക. രാജമേതായാലും ചിക്കൻ്റെ ഒപ്പം വിഷ്ണു. ഞാൻ അൽക്ക കോൾ ഇൻട്രപ്റ്റ് ചെയ്യാതിരിക്കാനാണ് കേട്ടോ അത്ര മെല്ലെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അൽക്ക എന്ത് അടിപൊളിയായിട്ടുള്ള കോൾ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി പ്രൗഡ്. അൽക്ക എത്രത്തോളം മാറി കഴിഞ്ഞ കുറച്ച് കാലത്ത് എന്നുള്ളത്. വെരി കോൺഫിഡൻറ്റ് ഓരോ കോൾസിലും. നമുക്കിങ്ങനെ അവരെ ഒരു 10 കൊല്ലം മുന്നേ അറിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു അൽക്കപ്പം എന്നോട് പറയാറുണ്ട്, ഞാൻ എന്താ പറയുക, വീഡിയോ ചെയ്യുന്ന രീതിയൊക്കെ മാറി നന്നായി എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ അൽക്ക ജോലി എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നാം. എന്താ അടിപൊളിയായിട്ടാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. വിഷ്ണുവിനെ ഞാൻ പരിചയപ്പെടുമ്പോഴേ വിഷ്ണു നന്നായിട്ടാണല്ലോ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മളിന്ന് രാവിലെ പുറത്ത് നടക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ പറഞ്ഞില്ലേ, നമ്മൾ നെതർലൻഡ്സിൽ മെയ്ഡിനായിട്ടും അതേപോലെ തന്നെ കുക്കിനായിട്ടൊന്നും അത്ര യൂസ്ഡ് അല്ലാന്ന്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ ഏകദേശം പാത്രങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വിഷ്ണു ഡിഫോൾട്ടായിട്ട് പോയിട്ട് നമ്മുടെ ഡിഷ് വാഷറിൽ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി തുടങ്ങി. കാരണം നമ്മളവിടെ സോ യൂസ്ഡ് ആണല്ലോ ഇതിന്. നമ്മൾ കുക്ക് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ വിഷ്ണു വന്നിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ എൻ്റെ കുക്കിംഗ് തീർന്നപ്പോൾ വിഷ്ണു ദേ വന്നിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണമായത് കാരണം ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യണോ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പറയും. യോഗി നല്ല ഉറക്കാം. എരു കുറച്ചും കൂടെ പെപ്പർ വേണ്ടേ? പക്ഷെ എനിക്കൊരു ഫീഡ്ബാക്ക് തരും, എന്തെങ്കിലും ചേഞ്ച് ചെയ്യണ്ടോ? വായിൽ വെച്ച് കൊടുക്കാൻ കൊണ്ടാ. കാരമലൈസ് ചെയ്ത ഓണിയൻ ഫീൽ ചെയ്യേണ്ടതാണ് പറഞ്ഞത്. അത്രേ ആവശ്യമുള്ളൂ. നല്ലോണം നേരത്തെ പറഞ്ഞ മസാലയെല്ലാം മിക്സ് ചെയ്തതിനു ശേഷം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ അതിലോട്ട് ഇട്ടിട്ടോ. ഭയങ്കര ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ. ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ. ഒരു മോരുകറിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ കുക്കിംഗ് തീർന്നു. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ 1 മണിക്കൂർ തീരേണ്ട കുക്കിംഗ് പുതിയ കിച്ചൺ ആയത് കാരണം ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ തീർന്നിട്ടുണ്ടായിരുന്നത്. അൽക്കയ്ക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൊമിറ്റിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്കിങ്ങിന്റെ സ്മെല്ല് വന്നാൽ വൊമിറ്റ് ചെയ്യുമോ എന്നുള്ളത്. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ, പക്ഷെ അൽക്കയ്ക്ക് ആ ഇഷ്യൂ ഇല്ല എന്നാ പറഞ്ഞേ. ഇത് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ചില ദിവസം വരാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു വൊമിറ്റിംഗ് ആണ് എന്നാണ് അൽക്കയുടെ നിഗമനം. ഇപ്പോൾ 2-3 കാര്യമായിട്ടുള്ള വൊമിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അൽക്ക വന്ന് വീണ്ടും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ലേഡീസ് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് പവർഫുൾ അല്ലേ. നമ്മൾ പ്രഗ്നൻസിയിലും ഡെലിവറിയിലും പോസ്റ്റ്പാർട്ടത്തിലും ഒക്കെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്ന സമയത്തും ഒപ്പം നമ്മൾ കരിയർ കൊണ്ടടക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും അതൊക്കെ ആൾക്കാർ ചെയ്യുന്നത് കാണുമ്പോഴും ഞാനത് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും അതേപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മോരുകറിയും പയറുപ്പേരിയും നാളെ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് മാറ്റി വെച്ച് ചപ്പാത്തിയും ചിക്കനും കഴിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെയധികം സ്നേഹത്തോടു കൂടി ഒരു ചെയ്ത വീഡിയോ ആയിരുന്നു. എന്നും എനിക്ക് ഓർമ്മകൾ ഇതെവിടെ കിടക്കട്ടെ.
വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. ടാറ്റാ.